ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനാകാതെ SIT പാളികൾ ഒരുക്കിയെന്ന പങ്കജ് ഭണ്ഡാരിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴി ആസൂത്രിതമെന്ന് നിഗമനം. ഗോവർദ്ധൻ സ്വർണം കൈമാറിയത് അന്വേഷണം വഴിതെറ്റിക്കാനും എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും വീണ്ടും ചോദ്യം ചെയ്യും. രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വിദേശ വ്യവസായിയും SITക്ക് കൈമാറിയത് ഡി മണി എന്ന വിഗ്രഹ കടത്തുകാരന്റെ വിവരമാണ്. പോറ്റിയും ഡി മണിയും തമ്മിൽ ബന്ധമുണ്ടെന്ന വിവരവും SITക്ക് നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്തു കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉത്തരം കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിലുള്ള അന്വേഷണം പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി ഈ 3 പേരെ കേന്ദ്രീകരിച്ചാണ്. ഈ 3 പേർക്കുമാണ് ഈ സ്വർണ്ണപ്പാളികൾക്ക് അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ള ഉത്തരം നൽകാൻ കഴിയുന്നത്. പക്ഷേ അവരിപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒട്ടും സഹകരിക്കുന്നില്ല. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് SIT ആലോചിക്കുന്നത്. അവരിൽ നിന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഏതായാലും ഈ 3 പേരും കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇപ്പോൾ SITക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമാണ്. കാരണം അവർ പറയുന്നത് ഈ സ്വർണം ഉരുക്കി വേർപെടുത്തി സ്വർണം വിറ്റു എന്നുള്ളതാണ്. പക്ഷേ അത് SIT വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല, ഗോവർദ്ധന്റെ പക്കൽ നിന്ന് കണ്ടെടുത്ത 470ഓളം ഗ്രാം വരുന്ന സ്വർണം അത് ഗോവർദ്ധൻ ഇങ്ങോട്ട് വന്ന് SITക്ക് സമർപ്പിച്ചതാണ്. അതുതന്നെയാണ് SITക്ക് സംശയമുണർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വർണം കോടതിയിൽ ഭദ്രമായി ഏൽപ്പിച്ചതല്ലാതെ അത് ശബരിമലയിൽ നിന്ന് കവർന്നെടുത്ത സ്വർണമാണെന്ന് SIT ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥ സ്വർണം എവിടെ? അതിന് ഉത്തരം നൽകേണ്ടവരാണ് ഈ 3 പേരും. ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ വിദേശ വ്യവസായിയും ചില വിവരങ്ങൾ SITക്ക് കൈമാറിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിഗ്രഹ കടത്തുകാരനുമായി ബന്ധമുണ്ടെന്നാണ് ഇരുവരും നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല, ഈ വ്യവസായി നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ചില വിഗ്രഹങ്ങൾ ഈ ചെന്നൈയിലുള്ള ഡി മണി എന്ന ദാവൂദ് മണിക്ക് കൈമാറിയിട്ടുണ്ടെന്നും അത് പണം വാങ്ങിയെന്നും ഒക്കെ ഉള്ള മൊഴിയാണ്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഇടപാടിൽ താൻ സാക്ഷിയാണെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങൾ SIT അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളൊന്നും SITക്ക് ലഭിച്ചിട്ടുമില്ല. അതിനിടയിൽ കോടതിയുടെ വിമർശനം കേട്ടത് 2 ദേവസ്വം ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് സംബന്ധിച്ചാണ്. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. 2 തവണ ശങ്കരദാസിനെയും വിജയകുമാറിനെയും SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. മൂന്നാമതൊരിക്കൽ കൂടി ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കും. അതിൽ വ്യക്തത വന്നില്ലെങ്കിൽ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്താനാണ് SIT ആലോചിക്കുന്നത്. തെളിവില്ലാതെ ഒരാളെയും അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് SITയുടെ തീരുമാനം. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി നിർണായകമായ ഒരു വിവരം ലഭിക്കാനുള്ളത് അത് VSCയിൽ നിന്നാണ്. ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സ്വർണ്ണ ഉരുപ്പടികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് VSCയിലാണ്. അപ്പോൾ 1 മാസമായി ഈ സാമ്പിളുകൾ നൽകിയിട്ട് ഇതുവരെ അതിന്റെ പരിശോധനാ ഫലം വന്നിട്ടില്ല. ആ പരിശോധനാ ഫലം വന്നാൽ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും എടുത്തുകൊണ്ടുപോയ ശേഷം തിരിച്ചു കൊണ്ടുവന്നത് യഥാർത്ഥ പാളികളാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും.